ഗുഡ് മോർണിംഗ് മാഷേ. മോർണിംഗ്. മാഷേ, ഈ പി.എസ്. ശ്രീധരൻപിള്ളയ ബി.ജെ.പിയെ ധാർമ്മികത പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഗോവ ഗവർണറായൊക്കെ ഗോവ ഗവർണറായി വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഇനി രാഷ്ട്രീയത്തിലേക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇനി പദവികളിലേക്കില്ല, പക്ഷെ എന്തെങ്കിലും സർക്കാർ കൊടുത്താൽ ഞാൻ വാങ്ങിക്കോളും, അത് മറ്റൊരു കാര്യം. പക്ഷെ ബി.ജെ.പി ഇപ്പോൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ധാർമ്മികത എന്താണ്? ശ്രീധരൻപിള്ളയെ സത്യത്തിൽ കേരളം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഈ ഹാസ് ബീൻ എക്സ്പോസ്ഡ് എന്ന് പറയുമല്ലോ, അദ്ദേഹം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം ഇത്രയും കാലം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ നേടി, അദ്ദേഹം BJPക്ക് തിരിച്ച് എന്തു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനല്ലാതെ വ്യക്തിപരമായിട്ടല്ലാതെ സംഘടനയ്ക്ക് എന്ത് ഗുണമുണ്ടായി തുടങ്ങിയ ഒരു ഓഡിറ്റ് നടക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്താണ് ഇദ്ദേഹം ഇത്രയും കാലം അനുഭവിച്ച സൗകര്യങ്ങൾക്കൊക്കെ പുറത്ത് താനാണ് പാർട്ടിയേക്കാൾ കേമൻ എന്ന മട്ടിൽ പാർട്ടിയെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ആളുകളൊക്കെ പൊട്ടിത്തെറിക്കാൻ കാര്യം. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് BJPക്ക് അകത്ത്, BJP അനുഭാവികൾ, BJP എന്ന പാർട്ടിയെ നെഞ്ചേറ്റിയവർ, അത് ആ ആശയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള മനുഷ്യർ, അവരുടെയൊക്കെ മുഖത്ത് ചവിട്ടുന്നത് പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാട്. ഇപ്പോൾ ഇദ്ദേഹം മിസോറാമിലും ഗോവയിലും ഗവർണറായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഇപ്പോൾ വിശ്രമജീവിതം എന്നൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു ഭംഗിവാക്ക് മാത്രമാണ്. അദ്ദേഹം വിശ്രമമൊന്നും ആഗ്രഹിക്കുന്നില്ല, നമുക്ക് അറിയാം. അദ്ദേഹത്തിന് അധികാര സ്ഥാനങ്ങൾ എന്നും ഈ KV തോമസിൻ്റെ BJP പതിപ്പാവാനാണ് സാധ്യത. അപ്പോൾ അധികാര സ്ഥാനങ്ങൾ എന്നും വേണം. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ അധികാര പദവികളിലേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം തന്നെ മാതൃഭൂമിക്ക് ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പത്രക്കാരൻ, പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, ഈ ഉപരാഷ്ട്രപതി പദം ഒഴിവാണല്ലോ, ആ സ്ഥാനത്തേക്ക് എങ്ങാനും അങ്ങേ പാർട്ടി പരിഗണിച്ചാലോ? അയ്യോ, എൻ്റെ പാർട്ടി അങ്ങനെ പരിഗണിച്ചാൽ പിന്നെ എനിക്ക് നിവൃത്തിയില്ല. ആലോചിച്ച് നോക്കൂ. പാർട്ടി പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, പക്ഷെ പാർട്ടി പറഞ്ഞാൽ. ഇതാണ് ആ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗവർണർമാർ എങ്ങനെയായിരിക്കണം എന്നതിന് ലോകത്തിലെ ഏറ്റവും മികച്ച പാഠപുസ്തകം ഞാനാണ്. എങ്ങനെയാണത്? ആർക്കൊക്കെ എതിരെയാണ് അദ്ദേഹം പറയുന്നതെന്ന് ഓർക്കണം. അദ്ദേഹം പറയുന്നത് ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇടയിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരാളല്ല, അവരോട് രമ്യതയിലും സൗഹാർദ്ദത്തിലും പോകാനാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഒരു പൊതു പ്രസ്താവന എന്ന നിലയിൽ ശരിയാണ്. പക്ഷേ അദ്ദേഹം ആർക്കെതിരായിട്ടാണ് പറയുന്നത്? BJP അതിൻ്റെ രാഷ്ട്രീയ ദൗത്യവുമായി നിയോഗിച്ച BJPയുടെ സേവകന്മാരാണ് ഗവർണർമാർ. BJP ഭരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, തീർച്ചയായും. ഏത് പാർട്ടിക്കും അവരുടെ സേവകന്മാരെയല്ലേ ഗവർണർമാരാക്കുക. അങ്ങനെ വന്നാൽ ആരൊക്കെ? ഈ ജഗദീഷ് ധൻകർ ബംഗാൾ ഗവർണറായിരുന്നല്ലോ. അദ്ദേഹം അവിടെ സംഘർഷവും ഈ സംവാദവും ഒക്കെ തുടങ്ങി വെച്ചതാണ് ബംഗാളിൽ. ഇപ്പോൾ പിന്നീട് ഇപ്പോഴത്തെ ബംഗാളിൽ ഇപ്പോൾ ധൻകർ തൊട്ട് ഒടുവിലത്തെ ബംഗാൾ ഗവർണർ ആരാ? മറ്റൊരു മലയാളിയാണ്, CV ആനന്ദബോസാണ്. അദ്ദേഹം അവിടെ മമതാ ബാനർജിയായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തൊട്ട് RV ആർലേക്കർ വരെയുള്ളവർ ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്ക് അയച്ച RN രവി എത്രയോ വർഷങ്ങളായിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിനോട് ഏറ്റുമുട്ടുന്നു. ഇത് തന്നെയാണ് ഡൽഹിയിൽ, പഞ്ചാബിൽ, എത്രയോ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇതാണ് അവസ്ഥ. BJP ഡൽഹിയിൽ അടുത്ത കാലത്താണല്ലോ ചെറിയൊരു മാറ്റം വന്നത്, BJP വന്നത്. അതിനു മുമ്പ് അവിടെ കെജ്രിവാളിനോട് ഏറ്റുമുട്ടിയതും ഗവർണർമാർ തന്നെയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല ഗവർണർമാർ പെരുമാറേണ്ടത്. ആരെ പഠിപ്പിക്കുന്നത് ഇദ്ദേഹം? ഗവർണർമാരെ എങ്ങനെ പെരുമാറണമെന്ന് ഗവർണർമാരായി കഴിഞ്ഞിട്ട് ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻകറിന് അറിയില്ല എന്നതിൻ്റെ അർത്ഥം. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, മുഖ്യമന്ത്രിമാരോട് തല്ലുപിടിക്കാനും കലഹിക്കാനും പോകരുത്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ആകെ ഗവർണറായിട്ടിരുന്നത്? ഈ മിസോറാം അല്ലെങ്കിൽ ഗോവ തുടങ്ങിയ ഈ കൊച്ചു സംസ്ഥാനങ്ങളിലാണ്. അവിടെ ഗവർണർ ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. ഗവർണർ ഒരു ഉദ്യോഗമാണ്, പാർട്ടി കൊടുത്തൊരു പണി, വലിയ സൗകര്യങ്ങളിൽ രാജകീയമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകാമെന്നല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല. അവിടെ രാഷ്ട്രീയമായി ഏറ്റുമുട്ടാനുമില്ല. ആലോചിച്ച് നോക്കൂ, ഈ ബംഗാളിലോ മിസോറാമിലോ BJP വിരുദ്ധമായൊരു സർക്കാരിനോട് ഏറ്റുമുട്ടേണ്ട അവസ്ഥയും വന്നിട്ടില്ല അദ്ദേഹത്തിന്. അതൊന്നും മനസ്സിലാക്കാതാണ് അദ്ദേഹം പറയുന്നത് മാറ്റു ഗവർണർമാരൊക്കെ ചെയ്ത് തെറ്റാണ്. ഞാൻ ആകെ എന്താ ചെയ്യാന്നറിയോ? മുഖ്യമന്ത്രിമാരെ വേണമെങ്കിൽ എനിക്ക് സമൻസ് അയച്ച് വിളിച്ചു വരുത്താം എൻ്റെ രാജ്ഭവനിൽ, അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിലേക്ക്, അത് ഔദ്യോഗിക വസതിയിലേക്ക് ഏത് മുഖ്യമന്ത്രിയും വന്നോളണം എന്ന് ഭരണഘടനാ നിയമമുണ്ട്. പക്ഷെ ഞാൻ ആർക്കും ഇതുവരെ സമൻസ് അയച്ചിട്ടില്ല. അയച്ചു നോക്കിയാലല്ലേ വരുമില്ലേ എന്നറിയുള്ളൂ. വന്നിട്ടില്ല, അയച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്യുക? ഞാൻ രാവിലെ ഫോൺ എടുത്ത് അവരോട് കുശലം പറയും, മുഖ്യമന്ത്രിമാരോട്.
കുശലം പറഞ്ഞിട്ട് അയ്യോ സാറേ ചായ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് കൂട്ടത്തിൽ അല്ല നമുക്ക് എപ്പോഴെങ്കിലും ഈ ഒരു കോഫി ഹൗസിൽ നിന്നൊന്ന് വർത്തമാനം പറയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. എന്താ സാറേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞാൽ അപ്പോൾ തീരും. ഇതാണ് എന്തൊരു ഈസിയാണെന്നറിയോ. അയാൾക്ക് ഗവേണൻസ് ഭയങ്കര എളുപ്പമാണ്. ഗവർണർ എന്ന് പറഞ്ഞ പദവി എന്ന് പറഞ്ഞാൽ ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പണിയും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നാണ് നേർക്ക് നേരെയുള്ള അർത്ഥം. വലിയ പദവികൾ, വലിയ പണികളും വലിയ സംഘർഷങ്ങളും വലിയ വിയോജിപ്പുകളും ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഗവർണർമാർക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവർ കൈകാര്യം ചെയ്ത രീതിയോടൊക്കെ നമുക്ക് വിയോജിക്കാം. പക്ഷേ അവർ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? വേണ്ടി സംഘർഷം ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ നയം കേരള ഗവൺമെൻറ് തള്ളിക്കളയുക. കേന്ദ്ര ഗവൺമെൻറ്റിന് നയപരിപാടികൾ ഓരോന്നും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത സഹായങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് സംസ്ഥാനം പറയുക. ആരാ മറുപടി പറയേണ്ടത്? തീർച്ചയായിട്ടും ഒരു കേരളത്തിൽ നടക്കുന്ന സർവകലാശാലകളുടെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾ ഗവർണർ. അദ്ദേഹം അറിയാതെ സ്വജനപക്ഷപാതം, സ്വന്തക്കാര നിയമനം, ഇഷ്ടം പോലെ രാഷ്ട്രീയമായ അട്ടിമറികൾ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇഷ്യൂ. അപ്പോൾ അതാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിഹാസ്യമായൊരു കാര്യം. ഇദ്ദേഹം BJPക്ക് എങ്ങനെയാണ് ഗവർണർമാർ പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ച് പാർട്ടിക്ക് ക്ലാസ് എടുക്കുകയാണ് ഇദ്ദേഹം. കൂട്ടത്തിൽ അദ്ദേഹം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇനി അധികാര രാഷ്ട്രീയത്തിലേക്ക് ഇല്ല, കിട്ടുന്നില്ല, കാരണം റിട്ടയർമെന്റ് കൊടുത്ത് പാർട്ടി തൽക്കാലം മതി മോനെ ഈ പണി എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇനി ഞാൻ രാഷ്ട്രീയത്തിലുണ്ടാകും, എന്നാൽ അധികാരത്തിലേക്കില്ല. എന്താ എൻ്റെ മോഹം? ആലോചിച്ച് നോക്കൂ. അധികാര രാഷ്ട്രീയത്തിൽ എന്നിട്ട് അദ്ദേഹം പറയാം, അതിന് ക്ലെയിം ചെയ്യുന്നുണ്ട്. വളരെ സമർത്ഥനാണ് അദ്ദേഹം. ക്ലെയിം ചെയ്യുന്നുണ്ട്, എൻ്റെ കാലത്താണ് ആദ്യമായി കേരളത്തിൽ നിന്ന് MP ഉണ്ടായത്. എങ്ങനെ കാര്യം? 2003 ഇദ്ദേഹം BJP സംസ്ഥാന പ്രസിഡന്റാണ്. 2004 2 MP ഞാൻ ജയിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരാ 2 MP? ഒന്ന് മൂവാറ്റുപുഴയിൽ PC തോമസ് ജയിച്ചു. എങ്ങനെ? എല്ലാവർക്കും അറിഞ്ഞൂടെ. BJPക്കും NDAക്കും എന്ത് റോളാണ്? മൂവാറ്റുപുഴയിൽ അന്ന് കേരള കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിൽ നിന്ന് വിട്ടുപോകുന്ന PC തോമസിന് സഭയുടെയും കേരള കോൺഗ്രസ്സുകാരുടെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ പിന്തുണ കൊണ്ട് അദ്ദേഹം ഒരിക്കൽ മാത്രം ജയിച്ചു. എന്നാൽ പിന്നെ അത് NDA സീറ്റാവണ്ടേ? PC തോമസ് അത് എൻ്റെ നേട്ടമാണ് ഇദ്ദേഹം പറയുന്നു. ഈ തള്ളിന് ഇനി അങ്ങോട്ട് പിള്ളത്തള്ള് എന്നൊരു പേര് കൂടി വരും. അത്രയേ ഉള്ളൂ, ശ്രീധരൻ പിള്ള തള്ളുമ്പോൾ. രണ്ടാമത്തെ കാര്യം, അന്ന് ഞാൻ നോക്കുമ്പോൾ 2004 വേറൊരു MP കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടില്ല. അപ്പം പറഞ്ഞു ലക്ഷദ്വീപ് എൻ്റെ കണക്കിലാണ്. അതിനെന്താ കാരണം വെച്ചാൽ ലക്ഷദ്വീപിൻ്റെ ഒരു ചാർജ് അന്ന് BJPയുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കേരളത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവിടുത്തെ ഒരു ചാർജ് കൊടുത്തിരുന്നു അത്രേ. അതുകൊണ്ട് അവിടെ എൻ്റെ ക്രെഡിറ്റിൽ അവിടെ കോൺഗ്രസിൽ നിന്ന് വലിയൊരു വിഭാഗം, കോൺഗ്രസ് ആയിരുന്നല്ലോ അതുവരെ MP ലക്ഷദ്വീപിലൊരു MP അല്ലേ ഉള്ളൂ. കോൺഗ്രസിൽ നിന്ന് വലിയ പിളർപ്പുണ്ടായിട്ട് ജനതാദളിലേക്ക് പോയി വലിയൊരു വിഭാഗം. പിന്നെ ജനതാദളി ജയിച്ചപ്പോൾ അതും എൻ്റെ കണക്കിൽ. ആലോചിച്ച് നോക്കൂ. അതാണ് അവിടെ നടന്നു ഇപ്പോൾ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ കാലത്താണ്. ആരെയാണ് അവമാനിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. കഷ്ടപ്പെട്ട് നിയമം തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ എന്ന നേതാവിനെ ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിലേക്ക് ജയിപ്പിച്ച നേതാക്കന്മാരെയാണ് ആക്ഷേപിക്കുന്നത്. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ഗവർണർമാരായ BJP പ്രസിഡന്റുമാരെയാണ് ആക്ഷേപിക്കുന്നത്. 2, കഷ്ടപ്പെട്ട് തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി ഒരു MP ലോക്സഭയിലേക്ക് ജയിപ്പിച്ച കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരെയാണ് ആക്ഷേപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പാർട്ടിക്ക് അതീതനാണ് ഞാൻ, എല്ലാത്തിനും മീതെ ഞാനാണ് ശക്തൻ എന്ന സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഒടുവിലത്തെ ഒരു പ്രശ്നം കൂടി അദ്ദേഹം പറയുന്നത്, ഞാൻ രാഷ്ട്രീയ ധാർമ്മികതയുടെ വക്താവാണ്. ഇദ്ദേഹത്തിൻ്റെ ധാർമ്മികത എന്താണെന്ന് മലയാളിക്ക് നന്നായിട്ട് അറിയാം. അത് മലയാളിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇത് പറയാൻ ആരെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് മലയാളി ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്താ കാര്യം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ധാർമ്മികതയ്ക്ക് ധാരാളം ഉദാഹരണങ്ങൾ. ഇദ്ദേഹം തിരുവിതാംകൂറുകാരനാണ്, ആണെങ്കിലും മധ്യ തിരുവിതാംകൂറുകാരനാണെങ്കിലും ജീവിക്കുന്നത് കോഴിക്കോട്ടാണ് എത്രയോ കാലമായിട്ട്. ഇദ്ദേഹത്തെ കോഴിക്കോട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. ഞാനും അദ്ദേഹത്തെ വളരെ കാലമായി നിരീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, കേരള രാഷ്ട്രീയത്തിലെ കേരള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ വർഗീയ കലാപമായിരുന്നു മാറാട്. വിദേശ ശക്തികളുടെ സഹായത്തോടെ വലിയ തോതിൽ കേരളത്തിൽ നടന്ന വലിയ അട്ടിമറി പ്രവർത്തനമായിരുന്നു അത്. അബ്ദുൽ നാസർ മദനി ഉൾപ്പെടെയുള്ളവർക്ക് വിദേശ ആയുധം വന്നത് പരസ്യമായി തെളിഞ്ഞതാണ്. ആ കേസ് ഒത്തുതീർപ്പാക്കാൻ പണം വാങ്ങി എന്ന് ആരോപണം ഉയർന്ന പല പാർട്ടിയിലും പെട്ട രാഷ്ട്രീയ നേതാക്കളുണ്ട്. മുസ്ലിം ലീഗിലെ, കോൺഗ്രസ്സിലെ, ഒപ്പം BJPയിലെ. ആ ആരോപണ വിധേയനായ നേതാവിൻ്റെ പേരാണ് PS ശ്രീധരൻപിള്ള. ആരോപണം എന്ന് ഞാൻ പറയുന്നു, ഇതൊന്നും നമ്മുടെ കൺമുമ്പിൽ വെച്ച് നടന്നതല്ല. അന്ന് വ്യാപകമായി ആരോപിക്കപ്പെട്ടിരുന്നു. BJP നേതാക്കന്മാർക്ക് തന്നെ ഉത്തമ വിശ്വാസമുണ്ട്, അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കേസാണ് ചേകനൂർ മൗലവിയുടെ. 33 കൊല്ലമായി, ധന്യക്കറിയോ, ഒരു അസ്ഥികഷ്ണം പോലും കണ്ടു കിട്ടിയിട്ടില്ല. ഇസ്ലാമിക തീവ്രവാദികളെ ഒരു മതപ്രസംഗത്തിന് എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി കൊന്നതാണ്. ആ കേസ് CBIക്ക് വിട്ടപ്പോൾ ഇദ്ദേഹം BJP നേതാവാണ്. ഇവിടെ കേന്ദ്രത്തിൽ AB വാജ്പേയി ഭരിക്കുകയാണ്. ആ കേസിനെ ഇദ്ദേഹം സഹായിച്ചില്ല എന്ന് മാത്രമല്ല, അത് ഒതുക്കി തീർക്കുന്നതിൽ പങ്കുവഹിച്ചു എന്ന ആരോപണം നേരിട്ട ഒരാളാണ്. നമ്പർ 3, ഞാൻ വളരെ സാഹസികമായി ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഇഷ്യൂ ആണ്, ധന്യക്ക് ഓർമ്മയുണ്ടാവും, മാധവിക്കുട്ടിയുടെ മതം മാറ്റ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് സമദാനി വഹിച്ച പങ്ക്.
ഇപ്പം എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഞങ്ങളൊക്കെ അത് പറഞ്ഞു തുടങ്ങിയ കാലത്ത് നിയമസഭയിൽ വരെ അത് ചർച്ച- നിയമസഭയിൽ വരെ വന്നു. പക്ഷേ അത്ഭുതപ്പെടുന്നൊരു കാര്യം തനിക്കറിയോ, അബ്ദുസ്സമദ് സമദാനി എന്ന അധർമ്മിയായ മുസ്ലിം ലീഗ് നേതാവിന് മാധവിക്കുട്ടിയുടെ കേസിൽ രാജ്യസഭാംഗമാണ് അദ്ദേഹം, ഇന്ത്യൻ പാർലമെന്റ് അംഗമാണ്, ഇപ്പോൾ ലോക്സഭാ അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആരെയൊക്കെ വക്കീലായിട്ട് വെക്കാം. സമദാനി എന്ന കുറ്റവാളിക്ക് വക്കീല് സമദാനി നേതാവിൻ്റെ കേസല്ലാതെ ഇദ്ദേഹത്തിന് ഏതെല്ലാം കേസ് ഏറ്റെടുക്കാം? ആരാന്നറിയോ സമദാനിയുടെ വക്കീല്? ഇ ശ്രീധരൻപിള്ളയാണ്. കേരളം പൊറുക്കുവോ? മലയാളത്തിൻ്റെ സംസ്കാരമുള്ള കാലത്ത് പൊറുക്കുവോ? ഇതാണ്. എന്നിട്ടും ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്. ഒറ്റ കാര്യം കൂടി ഓർത്താൽ മതി, ഇദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനാവാനുള്ള, ഇപ്പം അദ്ദേഹം അവകാശപ്പെടുകയാണ് ഞാൻ എല്ലാവർക്കും സ്വീകാര്യനാണ്. ഒടുവിൽ അതിനുവേണ്ടി നടത്തിയൊരു ശ്രമം, ഇദ്ദേഹം പറയുന്നത് ഞാൻ ഇനി രാഷ്ട്രീയമില്ലെങ്കിൽ ഞാൻ എഴുത്തുകാരനായി ജീവിക്കും. ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനായ സ്ഥിതി എന്താണെന്നറിയോ? അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എഴുത്തുകാരനായതിൻ്റെ മഹിമ എന്താണെന്നറിയോ? ഇദ്ദേഹം പറയുന്നത് ഞാൻ 50 കൊല്ലം കൊണ്ട് 250 പുസ്തകം എഴുതിയ വലിയ എഴുത്തുകാരനാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. 50 കൊല്ലം കൊണ്ട് ഈ മനുഷ്യൻ എന്തെല്ലാം പണി ചെയ്യുന്നു. ധാരാളം കേസുകളുള്ള വക്കീലാണ്, പൊതുപ്രവർത്തകനാണ്. ഇദ്ദേഹം അതിനിടയിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി, പിന്നീട് ഗവർണറായി. ഇതിനൊക്കെ ഇടയിൽ ഇദ്ദേഹത്തിന് 250 പുസ്തകം എഴുതി. അപ്പോൾ ഈ ഗവർണറുടെ സൈറ്റിൽ കയറിയിട്ട് ഞാൻ അന്ന് തന്നെ ഒരു കൗതുകത്തിന് ഈ 250 പുസ്തകം ഒന്ന് കാണണമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഈ 250 പുസ്തകങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും പബ്ലിഷറുടെ പേരില്ല, എത്ര പേജുണ്ട് എന്നില്ല, പുസ്തകത്തിൻ്റെ വിലയില്ല. അതിനൊക്കെയാണല്ലോ പുസ്തകത്തിന് ലിസ്റ്റ് കൊടുക്കുന്നത്, അതില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ പുസ്തകം എന്നറിയോ? ഗവർണർ നടത്തിയ ഓരോ ദിവസവും നടത്തുന്ന പ്രസംഗങ്ങളുടെ ടൈറ്റിൽസാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. എന്ന് പറഞ്ഞാൽ 3-4 പേജുള്ള ഗവർണറുടെ ഓഫീസിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത ഒരു പുസ്തകമായി. ഇതാണ് ഒരു തട്ടിപ്പ്. 2, ഈ 250 പുസ്തകങ്ങളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ 10-50 പുസ്തകങ്ങൾ നോട്ട് യെറ്റ് ടു ബി പബ്ലിഷ്ഡ് ആണ്. യെറ്റ് ടു ബി പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരിഞ്ഞ പുസ്തകങ്ങൾ ലിസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2, മൂന്നാമത് ഇംഗ്ലീഷും മലയാളവും. 250 ഇംഗ്ലീഷിൽ വന്ന അതേ പുസ്തകം മലയാളത്തിൽ വേറെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ധരിക്കുന്ന ഇതേ പുസ്തകം തന്നെ ഇദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും ഇറക്കിയിരിക്കാം. ഏതാ പബ്ലിഷർ? അതും പബ്ലിഷറില്ല. അതാണ് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾ. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇനിയിപ്പോൾ അവസാനത്തെ കാര്യം കൂടി, ഇദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനാണ്. വളരെ ശരിയാണ്. സ്വീകാര്യനാവാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അടിയൊഴുക്കുകളും ഒക്കെ അന്തർധാരയൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹത്തിൻ്റെ ഈ 250 പുസ്തകങ്ങൾ എഴുതിയ മഹാപ്രതിഭയുടെ സാഹിത്യ വിലാസത്തെക്കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടി യോഗം സംഘടിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ ചിങ്കിടികളെ കൂടി ചേർത്ത് കോഴിക്കോട്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ച് ആ ചർച്ച. ആ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നത് ആരാന്നറിയാം? ഒന്ന് കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അക്ഷരം വായിക്കുന്ന, പുസ്തകം വായിക്കുന്ന ആരെങ്കിലും വേണ്ട വിളിക്കാനാണ്. കാരണം ഇവരൊന്നും രണ്ടാമതൊരു ബിഷപ്പ്, വേറൊരു സ്വാമി, എന്നുവെച്ചാൽ 3 സമുദായത്തെയും ചേർത്ത് പിടിച്ച അവരുടെയൊക്കെ മീത്. എന്നിട്ട് ഇവർ വന്നിട്ട് ഇദ്ദേഹം മഹാനാണ് എന്നിങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരുന്നു. ഈ മാതിരി തട്ടിപ്പുകളും തന്ത്രങ്ങളുമാണ് ഇദ്ദേഹത്തിൻ്റെ ധാർമ്മികത. ഈ ധാർമ്മികത പൊളിയേണ്ട നേരമായി എന്ന് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കേണ്ടത് BJPയാണ്. അദ്ദേഹത്തിനെ നിലക്ക് നിർത്തിയാൽ മറ്റാരെക്കാളും BJPക്ക് നന്ന്, കേരളത്തിന് നന്ന്, രാജ്യത്തിന് നല്ലതാണ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.